വൈപ്പിനിൽ മത്സരിക്കുന്നത് ഇടതു വലത് രാഷ്ട്രീയ പക്ഷങ്ങളെന്ന് LDFിന്റെ സ്ഥാനാർത്ഥിയായ MB ഷൈനി പറയുന്നുണ്ട്. മണ്ഡലത്തിൽ വികസന തുടർച്ചയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും MB ഷൈനി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കിലാഫ് അഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇത്തവണ ഈ വൈപ്പിൻ മണ്ഡലം നിലനിർത്താൻ വേണ്ടി ഇത്തവണ ഇറക്കിയിരിക്കുന്നത് LDF അവരുടെ ഇവിടുത്തെ തന്നെ സ്ഥാനാർത്ഥി ഇവിടുത്തെ തന്നെ സാരഥിയായിട്ടുള്ള MB ഷൈനിയാണ്. ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കും. ഒക്കെ എങ്ങനെ ഈ ഒരു സാഹചര്യം നമുക്കറിയാവുന്ന പോലെ ഉറച്ച കോട്ടയാണ് CPMന്റെ ഉറച്ച കോട്ട. ഇതൊക്കെ ആ ഒരു കോട്ടയിൽ എത്തുമ്പോൾ ഉണ്ണികൃഷ്ണൻ എവിടെ പോയി എന്നൊരു ചോദ്യം വരുന്നുണ്ടോ? ഇല്ല, ജനങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. കാരണം അദ്ദേഹത്തിന് കുറെ കൂടെ ഭാരിച്ച ഒരു ഉത്തരവാദിത്വമാണ് ഇടതു മുന്നണി നൽകിയിരിക്കുന്നത്. തൃപ്പൂണിത്തുറ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ്. ആ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം തൃപ്പൂണിത്തുറയിലേക്ക് പോയിരിക്കുന്നത് എന്ന് ഞങ്ങളുടെ നാട്ടിലെ ആളുകൾക്ക് നല്ല ബോധ്യമുണ്ട്. ആ നിലയിൽ തന്നെയാണ് ആളുകൾ പ്രതികരിക്കുന്നത്. നിരവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുള്ള പ്രതീക്ഷണോ? അവർക്ക് എന്തൊക്കെ വികസനങ്ങളാണ് മുന്നോട്ട് വെച്ച് പ്രചരണം നടത്തുന്നത്? 2 ടേമായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ തീരദേശ ജനതയെ ചേർത്ത് പിടിക്കാൻ ഒട്ടനവധി വികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ ദ്വീപ് സമൂഹം അഭിമുഖീകരിക്കുന്ന പല പ്രധാന പ്രശ്നങ്ങളിലും അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതിലൊന്ന് വേലിയേറ്റ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണ്. അത് ഒരു ദുരന്തം എന്നുള്ള നിലയിൽ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിനെ ചെറുത്ത് നിൽക്കുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അത് കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കടൽക്ഷോഭം തടയുന്നതിന് വേണ്ടി പ്രാരംഭ നടപടി എന്നുള്ള നിലയിൽ എടവനക്കാട് ടെട്രോപാഡ് അതിന് വേണ്ടിയിട്ടുള്ള ബജറ്റിൽ പണം വകയിരുത്തുകയും അതിൻ്റെ പദ്ധതികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അത് കുറെ കൂടി പ്രദേശത്തേക്ക് വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും ആവിഷ്കരിക്കും. മണ്ഡലത്തിൽ ഇപ്പോഴും ചിലയിടങ്ങളിൽ കുടിവെള്ളക്ഷാമമുണ്ട്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തും. ഇപ്പോൾ തീരദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് എന്നുള്ള നിലയിൽ ഇപ്പോൾ ഉള്ളത് വൈപ്പിൻ മുനമ്പം സംസ്ഥാന പാതയാണ്. അത് ഇപ്പോൾ വാഹന ബാഹുല്യമാണ്. അതിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് തീരദേശ പാത അതിൻ്റെ പൂർത്തീകരണം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകും. അതുപോലെ ഒട്ടനവധി പദ്ധതികൾ മനസ്സിലുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അത് ഗവൺമെന്റ് രൂപീകരിക്കുമ്പോൾ ഗവൺമെന്റുമായി ആലോചിച്ച് ഈ മണ്ഡലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മാറ്റം വരുത്താൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാകും. ദിവസങ്ങൾ മാത്രമേ വോട്ടിനുള്ളൂ. വോട്ടർമാരുടെ അഭിപ്രായം എന്താ? നല്ല സ്വീകരണമാണ് ആളുകളുടെ അടുത്തു നിന്ന് ലഭിക്കുന്നത്. സ്വാഭാവികമായും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവർ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. എന്നിരുന്നാലും ഇടതുപക്ഷ മുന്നണിയെ വലിയ വിശ്വാസത്തിലാണ് അവരെടുത്തിട്ടുള്ളത്. ഞങ്ങൾ വന്നാൽ പരിഹരിക്കപ്പെടും എന്നുള്ള ആത്മവിശ്വാസം ജനങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കുമുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ UDFന് ഇത്തവണ ഇവിടെ സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത് ടോണി ചമ്മണി, മുൻ മേയറായിട്ടുള്ള ടോണി ചമ്മണി തന്നെയാണ്. ഇപ്പോഴൊക്കെ എതിരാളിയെ ഭയക്കുന്നുണ്ടോ? എല്ലാ എതിരാളികളും പ്രാധാന്യം അർഹിക്കുന്നവരാണ്. വ്യക്തിപരമായി അവരെല്ലാം നേട്ടമുള്ളവരാണ്, മേന്മയുള്ളവരാണ്. പക്ഷേ ഒരാൾ എന്നുള്ള നിലയിലല്ല, ഞാൻ വ്യക്തിപരമായിട്ടല്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയവും വലതുപക്ഷ രാഷ്ട്രീയവുമാണ് ഇവിടെ മത്സരിക്കുന്നത്. തീർച്ചയായും ഇടതുപക്ഷ രാഷ്ട്രീയം വിജയിക്കും. ഇത്തവണ കേരളത്തിൽ വീണ്ടും ഒരു LDF തരംഗം തന്നെയായിരിക്കും. ഉറപ്പായും 3.0 വരും. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് വൈപ്പിൻ മണ്ഡലം LDF സ്ഥാനാർത്ഥി MB ഷൈനി. ഇത്തവണയും വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഇവിടെ നിന്ന് മത്സരിച്ച് മണ്ഡലം നിലനിർത്താൻ സാധിക്കുമെന്നാണ് MB ഷൈനിയുടെ പ്രതീക്ഷ. ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം കിലാഫ് അഹമ്മദ്, ന്യൂസ് മലയാളം, കൊച്ചി.